എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഉമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട്, യുവാക്കളോട് ആദ്യമായി അപേക്ഷിക്കുകയാണ്, ഒരിക്കലും നമ്മൾ ബിദ്അത്തിന്റെ കക്ഷികളിൽ പെട്ടുപോകരുത്. ബിദ്അത്തിന്റെ കക്ഷികൾ എന്ന് പറയുമ്പോൾ കേവലം വേഷഭൂഷാദികൾ കൊണ്ടൊരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം അവരും നമ്മളും തമ്മിൽ എന്താണ് മാറ്റം, നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളെ മക്കളും നമ്മളും അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബിദ്അത്തിന്റെ കക്ഷികൾ നമ്മിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് എങ്ങനെയാണ്? നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, ഇപ്പൊ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ വലിയ അനുഗ്രഹീതമായ മജ്‌ലിസ് അവരെ സംബന്ധിച്ചിടത്തോളം അനിസ്ലാമികമാണ്. മുത്തുനബിയുടെ മദ്ഹ് പറയുക, ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുക, മരണപ്പെട്ട വീട്ടിൽ പോയി യാസീൻ ഓതുക, പരിശുദ്ധമായ ഖുർആൻ ഓതുക, ഇതൊക്കെ അന്യമാണ്, അനിസ്ലാമികമാണ്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന സംഗതികളാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടില്ല, ഇതിനൊന്നും നമുക്ക് ഇസ്ലാമിൽ തെളിവുകളില്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ അവിടെ ഈമാൻ തെറ്റിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങളുമായി അവർ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അതിൽ നമ്മുടെ മക്കൾ വിട്ടുപോകാതിരിക്കാൻ, അതിൽ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും നമുക്ക് മുമ്പിൽ ഒരു വലിയ വിഷയം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണെന്നറിയുമോ സഹോദരങ്ങളെ? നമ്മുടെ നാടുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മുടെ മക്കൾ SSF ചേരണം, അതല്ല എങ്കിൽ SKSSF ചേരണം. രണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകളിൽ നമ്മുടെ മക്കൾ ചേർന്നാൽ ഒരിക്കലും ഈ ബിദ്അത്തിന്റെ കക്ഷിയിൽ നമ്മുടെ മക്കൾ വിട്ടുപോവുകയില്ല. ഒന്നാമത്തെ മാർഗം അതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളിൽ, സംഘടനകളിൽ നമ്മുടെ മക്കൾ ഭാഗവാക്കാകണം, അവരെ അതിന്റെ അനുയായികളാക്കി നമ്മൾ മാറ്റണം. ഈ രണ്ടും അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായി നമ്മുടെ മക്കളെ അതിന്റെ എന്ത് പരിപാടികളുണ്ടോ അതിലൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ഭാഗവാക്കാക്കി മാറ്റാൻ തയ്യാറാവണം. അതല്ല എങ്കിൽ അവിടം മുതൽ നമ്മുടെ മക്കൾ പിഴച്ചു പോവുകയാണ്, ബിദ്അത്തിന്റെ കക്ഷികളായി മാറുകയാണ്. നാം വളരെ താലോലിച്ച് സ്നേഹിച്ചുകൊണ്ട് വളർത്തുന്ന മക്കൾ നാം മരണപ്പെട്ടു കഴിഞ്ഞാൽ, ബിദ്അത്തിന്റെ കക്ഷികളായി നമ്മുടെ മക്കൾ മാറിക്കഴിഞ്ഞാൽ, നാം മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ ആ മക്കള് പറയും, ബിദ്അത്തിന്റെ കക്ഷികള് പറയും, ഇത് ഒരിക്കലും ഇവിടെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഇവിടെ മരണ വീടാണ്, മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ പാടില്ല, യാസീൻ ഓതാൻ പാടില്ല, അവർക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ പാടില്ല, അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ദുആ ചെയ്യാൻ പാടില്ല, അതൊക്കെ അനിസ്ലാമികമാണ്, ശിർക്കാണത്രേ, ശിർക്ക്, ഏറ്റവും കൊടിയ ശിർക്ക്. എന്നിട്ട് പറയുന്നത് എന്താണ്? മരണവീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോ അവിടെ സമീപത്തിരുന്ന് പരിശുദ്ധമായ ഖുർആനോദൽ, യാസീൻ സൂറയോദൽ വളരെ പ്രതിഫലാർഹമാണ് എന്നുള്ള കാര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. 4 മദ്ഹബിലും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എന്നാൽ ആർക്ക് മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത്? ബിദ്അത്തിന്റെ കക്ഷികളായ ആളുകൾക്ക്. എത്രയോ സഹോദരങ്ങൾ പ്രവാസ ലോകത്തേക്ക് പോവാറുണ്ട്. പ്രവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ പോകുന്നതിന് മുമ്പ് നാട്ടിൽ സജീവ സുന്നികളായിരിക്കും, സുന്നത്ത് ജമാഅത്തിന്റെ സജീവമായ ആളുകളായിരിക്കും. അവിടെ പോയി തിരികെ നാട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ നെഞ്ചിന്റെയും പുക്കളിന്റെയും മീതെ കൈകെട്ടിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് കടന്നു വരുമ്പോ നെഞ്ചിന് മീതെ കൈകെട്ടുന്നൊരവസ്ഥയാണ് കാണാറുള്ളത്. ഒരിക്കലും തന്നെ നമ്മൾ നമസ്കരിക്കുമ്പോ, റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ, റബ്ബുമായുള്ള അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒരിക്കലും തന്നെ നെഞ്ചിന്റെ മീതെ കൈവെക്കണമെന്ന് ഒരു പ്രമാണത്തിലും ഇന്നേ വരെ പഠിപ്പിച്ചിട്ടില്ല. 3 രൂപമാണ്
നമ്മുടെ പണ്ഡിത വീക്ഷണം കിതാബുകളിൽ 3 രൂപമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. 4 മദ്ഹബിന്റെ ഇമാമികളും അതിൽ ഏകോപിച്ച അഭിപ്രായക്കാരാണ്. അതിൽ 3 കൈകെട്ടലുകൾ നമുക്ക് മാതൃകയാക്കാം. ശാഫിഈ മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിന്റെ താഴെയും പുക്കളിന്റെ മീതയുമായി നമുക്ക് കൈവെച്ചുകൊണ്ട് നിസ്കരിക്കാം, കൈകെട്ടി നിസ്കരിക്കാം. അതാണ് ഇന്ന് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം അനുസരിച്ച്. മറ്റ് ഹനഫി മദ്ഹബിന്റെ ആളുകൾ ചെയ്യുന്നത് പുക്കളിന് താഴെയായി കൈവെച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. അതും സ്വീകാര്യമാണ്. മൂന്നാമത്തൊരു രൂപമുള്ളത് കൈ കെട്ടാതെ ഇങ്ങനെ താഴ്ത്തിയിടുക എന്നുള്ള രൂപമാണ്. ഈ 3 രൂപമല്ലാതെ 4മതൊരു രൂപം ഒരു കിതാബിലും ഇന്നേ വരെ പഠിപ്പിച്ചിട്ടില്ല. നെഞ്ചിന്റെ മീതെ കൈവച്ച് ട്രാൻസ്ഫോമറിൽ നമ്മൾ കാണുന്ന ഡേഞ്ചർ, തുടരുതേ അപകടം എന്ന അപായ സൂചന നൽകുന്നത് പോലെയുള്ള ഈ രൂപത്തിലുള്ള കൈകെട്ട് അത് നമ്മുടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മദ്ഹബിലും പഠിപ്പിച്ചിട്ടില്ല. ഈ 3 രൂപമാണ് നമുക്ക് സ്വീകാര്യം. എത്രയോ പ്രവാസികളായ സുഹൃത്തുക്കൾ ഒന്ന് പോയി വരുമ്പോ പിന്നെ കാണുന്നത് ഈ രീതിയാണ്. ഒരിക്കലും നമ്മുടെ മക്കൾ അതിൽ പെട്ടുപോകരുത്. രണ്ടാമതായി അവർ വരുമ്പോ പിന്നെ പറയുന്നത് അവിടെയൊന്നും നബിദിനമില്ലല്ലോ, അവിടെയൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പരിപാടിയുമില്ല, കൂട്ടുപ്രാർത്ഥനയില്ല, ദിക്റിന്റെ മജ്ലിസുകളില്ല, നബിദിനാഘോഷമില്ല, അത് കേരളത്തിൽ മാത്രമാണ്, ഇവിടെ വരുമ്പോ മാത്രമാണ് കാണുന്നത്. രണ്ടാമത് വിദ്യാത്തിന്റെ കക്ഷികൾ നമ്മുടെ മക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എന്നിട്ട് അതിനവര് താഴ്വാക്ക് കുഞ്ഞു മുഹമ്മദ് ഉസ്താദിന്റെ ഒരു ബൈത്തൊടുക്കും. മൗലിദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. ഈ ബൈത്തോട് ചൊല്ലിക്കൊടുക്കും. കണ്ടോ, താഴ്വാ കുഞ്ഞു മുഹമ്മദ് ഉസ്താദ് വരെ പറയുന്നു ഇതൊന്നും മുമ്പ് പതിവില്ലാത്തതാണ്, ഇതൊക്കെ ഹിജ്റ 300 ശേഷം വന്നതാ, ഇതൊക്കെ പുതിയതായി ഉണ്ടായ സംഗതികളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാധാരണക്കാരായ ആളുടെ ഈമാൻ തെറ്റിപ്പിക്കുന്ന പ്രവണത നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, സഹോദരിമാരോട് ഞാൻ വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഒക്കെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊക്കെ മരണപ്പെട്ട് നിങ്ങളുടെ ഖബറിലേക്ക് എത്തിക്കഴിയുമ്പോ ആ ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ, പടച്ചവനെ എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്ക അല്ലാഹ്. ഈ ഒരു പ്രാർത്ഥന നമ്മുടെ പൊന്നുമോന് ഖബറിങ്കിൽ വന്ന് ദുആ ചെയ്യുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് നാം നന്ദുവേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച നമ്മുടെ പൊന്നുമോൻ നമ്മുടെ ഖബറിങ്കിൽ വന്ന് ദുആ ചെയ്യുന്നത് പോലും അത് വലിയ തെറ്റാണ്, അതൊരിക്കലും പാടില്ലാത്തതാണ്. അങ്ങനെ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഉമ്മാക്ക് അവർ മരണപ്പെട്ടു പോയി, ഇനി അവർക്കതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അവർക്കതിന്റെ ആവശ്യമില്ല. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെന്താണോ ചെയ്തിട്ടുള്ളത് അത് മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരാശയം നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരികളെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഒരു മനുഷ്യൻ മരണപ്പെട്ട് അവന്റെ ഖബറിലേക്ക് അവൻ ആദ്യ രാത്രി, എന്തോ ഒരു ഭീകരമായ അവസ്ഥയാണ് ഖബറിന്റെ ആദ്യ രാത്രി. മലക്കുകളുടെ ചോദ്യങ്ങളും അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് വിഷയങ്ങൾ ഖബറിൽ നടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പൊന്നുമോൻ നമ്മുടെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട്, റബ്ബേ, എന്റെ ഉമ്മാക്ക് ഖബറിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് റബ്ബേ പതറാതെ, ഒരിക്കലും തന്നെ ഭയപ്പെടാതെ മറുപടി പറയാനുള്ള മനസ്സ്, അതിനുള്ള തൗഫീഖ് എന്റെ ഉമ്മാക്ക് നീ കൊടുക്കണേ അല്ലാ, എന്റെ ഉപ്പാക്ക് നീ കൊടുക്കണേ അല്ലാ എന്ന് പൊന്നുമോന് ഖബറിൽ വന്ന് ദുആ ചെയ്യുമ്പോ എങ്ങനെയാണ് പടച്ച റബ്ബ് അത് തട്ടിക്കളയുക? ഒരിക്കലും പടച്ച റബ്ബിന് അത് തട്ടിക്കളയാൻ സാധ്യമല്ല. പൊന്നുമോന് ദുആ ചെയ്യുമ്പോ പൊന്നുമോന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം എന്താ? ആ കിടക്കുന്നത് അവന്റെ പൊന്നുമ്മയാണ്, പൊന്നുപ്പയാണ്. ഇത് പാടില്ല, ഇത് തെറ്റാണ് എന്നാണ് ബിദ്അത്തിന്റെ കക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിച്ചു കിടക്കുമ്പോ, ഉമ്മയും വാപ്പയും മരിച്ചു കിടക്കുമ്പോ അവിടെ പത്രങ്ങൾ എടുത്ത് വായിക്കാം, മറ്റുള്ള കഥകൾ ഇരുന്ന് പറയാം, മറ്റുള്ള വിഷയങ്ങളൊക്കെ സംസാരിക്കാം. ഒന്ന് ഒരുമിച്ച് കൂടി 70,000 തഹ്ലീൽ ചൊല്ലാൻ പാടില്ല, അത് തെറ്റാണത്രേ.
അതുപോലെ തറാവി 20 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് തെറ്റാണത്രേ. അതുപോലെ മെഹറാജിന്റെ നോമ്പ്, അങ്ങനെ ഒരു നോമ്പില്ല. ബറാത്തിന്റെ നോമ്പ്, അങ്ങനെ ഒരു നോമ്പില്ല. ഇതൊക്കെയാണ് ബിദ്അത്തിന്റെ കക്ഷികള് നമ്മുടെ സാധാരണക്കാരായ ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കക്ഷികൾ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ജാഗ്രത പാലിക്കണം. ഒരിക്കലും അത്തരം സദസ്സുകളിൽ നമ്മുടെ മക്കൾ സംബന്ധിക്കരുത്. നമ്മൾ വീക്ഷിക്കുന്നവരായിട്ട് നമ്മൾ പോകരുത്. ഇന്ന് നിങ്ങൾ ഈ മജ്‌ലിസിലേക്ക് നോക്ക്. ഇപ്പൊ ഇവിടെ എന്ത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്? എന്തൊക്കെ ഇവിടെ ചൊല്ലി വെച്ചു, ഇനി എന്തെല്ലാം ചൊല്ലാനിരിക്കുന്നു? ഇതിലെന്താണ് ശിർക്കായിട്ടുള്ള പ്രവർത്തനമുള്ളത്? ഇത് എന്താണ് മോശമായിട്ടൊരു പ്രവർത്തനമുള്ളത്? ഇത് ഇസ്ലാമിൽ നിന്ന് പോകുന്ന ഒരു പ്രവർത്തനം ഇതിൽ ഏതാണുള്ളത്? നാം ചിന്തിക്കണം. അവര് വന്ന് പറയുമ്പോ നാം നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കണം. ചിന്തിക്കാൻ അല്ലാഹു നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. ഈ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കണം, എന്താണ് ഇവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പ്രവർത്തനം നടന്നത് അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നത്. അപ്പോ പറഞ്ഞങ്ങ് പറ്റിക്കുക, നമ്മൾ ജനങ്ങളെ വഞ്ചിതരാക്കുക, ഈ ഒരു സ്വഭാവമാണ് അവരിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് മുഖാമുഖം നിന്ന് ചോദിച്ചാൽ അവർക്കൊന്നിനും മറുപടിയില്ല. അവർക്കൊന്നും തെളിവുകൾ നിരത്താനും സാധ്യമല്ല. ഇനി തെളിവുകൾ പറഞ്ഞു കൊടുത്താലും അംഗീകരിക്കൂല. അതാണ് അവിടെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷൻ. നമ്മൾ എന്ത് തെളിവ് കാണിച്ചു കൊടുത്താലും അംഗീകരിക്കൂല, അനുസരിക്കൂല. അനുസരണ എന്ന് പറയുന്നൊരു സ്വഭാവം അവരിലില്ല. ഒരു വിഷയം തെളിഞ്ഞാൽ അംഗീകരിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവം അവരിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മുൻഗാമികൾ സഞ്ചരിച്ച അതേ പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഈ നിലകൊള്ളുന്ന പാതയ്ക്ക്, നിലകൊള്ളുന്ന ഈ ത്വരീഖത്തിന് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല, ഒരു പിഴവുമില്ല. നാം മുസ്തഖീമായ പാതയിലാണുള്ളത്. ഈ റൂട്ടിലൂടെ നാം സഞ്ചരിക്കണം. നാം മാത്രം സഞ്ചരിച്ചാൽ പോരാ, നമ്മുടെ മക്കളും സഞ്ചരിക്കണം. നമ്മുടെ വളർന്നു വരുന്ന ജനറേഷൻ അതിലൂടെ സഞ്ചരിക്കണം. നാം കാരണക്കാരായി നമ്മുടെ മക്കൾക്ക് ഇവിടെ നാം ജനനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അവര് വഴിപിഴച്ചു പോയാൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നാം വിരലുകടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മെ തേടിയെത്താറുണ്ട്. നാം താൽക്കാലിക കാരണക്കാരായി നമുക്കിവിടെ മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ മക്കൾ നന്നായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ നാളെ സന്തോഷിക്കുന്ന ഒരവസ്ഥയും നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നാമൊക്കെ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. ആരുടെ മണ്ണിൽ എണ്ണം കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് ഖബറിൽ പോയി കിടക്കുമ്പോൾ എനിക്കവിടെ സുഖനിദ്ര എനിക്ക് അനുഭവിക്കണം. എനിക്കവിടെ ശാന്തനായി കിടന്നുറങ്ങണം. അവിടെ എനിക്ക് ഉറക്കത്തിന് തടസ്സമാകുന്ന, അല്ലെങ്കിൽ എനിക്ക് ഖബറിൽ പ്രയാസമുണ്ടാകുന്ന ഒരു വസ്തുവും ഇവിടെ ബാക്കിയാവാൻ പാടില്ല. ഖബറിൽ എനിക്ക് സുഖം ലഭിക്കുന്ന സ്വർഗസമാനമായ ജീവിതം എനിക്ക് ഖബറിൽ ലഭ്യമാവണമെങ്കിൽ നാം കാരണക്കാരായി നമ്മിൽ ഇവിടെ വളർന്നു വരുന്ന തലമുറ അവരും നന്നായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ നന്നായി വളർത്തുന്ന ഒരു സാഹചര്യം, അവർ നന്നായി വളരേണ്ടുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. നാം ഇരിക്കേണ്ടടുത്ത് നാം ഇരുന്നില്ലെങ്കിൽ, നാം ഇടപെടേണ്ടുന്ന സ്ഥലങ്ങളിൽ നാം ഇടപെട്ടില്ലെങ്കിൽ അവിടെ മറ്റുള്ള ആളുകൾ കയറി നിരങ്ങുന്ന ഒരവസ്ഥ നമ്മൾ കാണേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിസരങ്ങളൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരുപാട് ആലിമീങ്ങൾ വളർന്ന നാടാണ്, ഒരുപാട് പണ്ഡിതന്മാരുള്ള നാടാണ്, ഒരുപാട് ഉസ്താദുമാരും മൗലിയാക്കന്മാരുമുള്ള നാടാണ്. പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ നാടൊക്കെ. കണ്ടോ, ഇവിടെ ഈ മജ്‌ലിസ് നടക്കുന്നു, അപ്പുറത്ത് വേറെ മജ്‌ലിസ് നടക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ നാടുകളൊക്കെ. ഈ നാടുകളിൽ വരെ ബിദ്അത്തിന്റെ കക്ഷികൾ രംഗപ്രവേശനം ചെയ്യുന്നുവെങ്കിൽ നാം ഒരു തിരിച്ചറിവിന്, അല്ലെങ്കിൽ നാം ഒരു മുൻകരുതൽ എടുക്കേണ്ടത് അനിവാര്യമാണ്. നാം നമ്മുടെ ഇടപെടലുകൾ വേണ്ടുന്നത് പോലെ വേണ്ടുന്ന സമയത്ത് ഇടപെടുന്നില്ല എന്നുള്ളത് വലിയ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെയുള്ള മജ്‌ലിസുകൾ നടത്തരുത്, ഇതിനെ തകർക്കണം, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കുറെ ആളുകൾ വന്നിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് അവിടെ മജ്‌ലിസിൽ പോകുന്നത്, എന്തിനാണ് ആ മജ്‌ലിസ് നിങ്ങൾ പങ്കെടുക്കുന്നത് എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ മജ്‌ലിസിലെ കുഴപ്പം? ഇതല്ല നമ്മൾ തടയേണ്ടത്. ഇത് അഖീദത്തു അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മജ്‌ലിസല്ലേ ഇത്? ഈ മജ്‌ലിസ് എന്താണ് കോട്ടം? ഈ മജ്‌ലിസിൽ എന്താണ് തെറ്റ്? നാം തിരിച്ചറിയണം. വെറുതെ എന്തെങ്കിലുമൊക്കെ ഊഹാപോഹങ്ങൾ വെച്ചുകൊണ്ട് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി പറയരുത്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ സംബന്ധിക്കണം, അവിടെ നമ്മൾ ഒരുമിച്ച് കൂടണം. ഇതൊന്നുമല്ല തടയേണ്ടത്. തടയേണ്ട ചില പ്രസ്ഥാനങ്ങളുണ്ട്, തടയേണ്ട ചില ആളുകളുണ്ട്, വിദ്യാർത്ഥിന്റെ കക്ഷികളെ അവരെ നമ്മൾ തടയണം, അവിടെ പ്രവർത്തനങ്ങളെ നമ്മൾ തടയണം. അതല്ലേ സുന്നത്ത് ജമാഅത്തിനോട് താല്പര്യമുള്ള ആളുകൾ കാണിക്കേണ്ടത്. ഞാനൊരു സുന്നത്ത് ജമാഅത്തിന്റെ ആളാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ അതിനെക്കുറിച്ച് അല്പമെങ്കിലും പഠിച്ചവനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെയല്ലേ തടയേണ്ടത്? സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രകാരം പോകുന്ന ഒരു മജ്‌ലിസിനെയോ ഒരു പ്രസ്ഥാനത്തെയോ തടയാൻ നമുക്ക് പറ്റുമോ? ഇല്ല, ഒരിക്കലും അത് ശരിയല്ല. പ്രിയപ്പെട്ടവർ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ മരണം വരെ അടിയുറച്ചുകൊണ്ട് നിലനിന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അതേപോലെ മറ്റൊരു കക്ഷികളുണ്ട്, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ വേറൊരു പ്രസ്ഥാനക്കാരുണ്ട്. അവരൊക്കെ വേഷഭൂഷാദികൾ കൊണ്ട് നമ്മെപ്പോലെ നമ്മളെക്കാളും ഉഷാറാണ്. സാധാരണക്കാരായ ആളുകൾക്ക് തോന്നിപ്പോകും അവർ തലമറക്കുന്നുണ്ട്, അവർ താടി വെക്കുന്നുണ്ട്, കയ്യിൽ തസ്ബീഹ് മാലയുണ്ട്. എന്താണ് അവർക്ക് പ്രശ്നം? എന്താണ് അവർക്ക് കുഴപ്പം? നമ്മെപ്പോലെയുള്ളവരല്ലേ? അവർ ദിക്ർ ചൊല്ലുന്നല്ലോ, ഒരുമിച്ച് കൂടി ദുആ ചെയ്യുന്നല്ലോ, എന്താണ് അവർക്ക് പ്രശ്നം? പ്രിയപ്പെട്ടവരെ, ഗൗരവം ഒരുപാട് സമയം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതൊക്കെയും തന്നെ പിഴച്ച പ്രസ്ഥാനത്തിന്റെ ആളുകളാണ്, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോ നമുക്കവിടെ രക്ഷപ്പെടാൻ സാധ്യമാവണമെങ്കിൽ ഇന്ന് നാം നിലകൊള്ളുന്ന നമ്മുടെ മുൻഗാമികളായ ആളുകൾ സഞ്ചരിച്ച അതേ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നാം ഖബറിൽ സുഖമായി നമുക്ക് കിടന്നുറങ്ങാൻ സാധ്യമാവുകയുള്ളൂ. അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. മുൻഗാമികളായ ആളുകളൊക്കെ നരകത്തിലാണ്, അവരൊക്കെ നരകത്തിലാണ്. അവർക്ക് വേണ്ട, അവരൊന്നും സ്വർഗത്തിന്റെ ആളുകളല്ല. അവർക്ക് വേണ്ടാത്ത സ്വർഗം നമുക്കും വേണ്ട, അവർക്ക് വേണ്ടാത്ത സ്വർഗം നമുക്കും വേണ്ട. അവര് പറയുന്നത് ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അതുപോലെ മുൻഗാമികളായ ഒരുപാട് ആലിമീങ്ങള്, അവർക്കൊന്നും കിതാബ് തിരിയൂല. തിരിയുന്നത് ആർക്കാണ്? ഈ വിദേഹത്തിന്റെ കക്ഷികൾക്ക് മാത്രമാണ്. അവർക്ക് മാത്രമേ കിതാബ് തിരിയുള്ളൂ, അവര് മാത്രമേ അതൊക്കെ കണ്ടിട്ടുള്ളൂ. മുൻഗാമികളായ ആലിമീങ്ങളൊന്നും കിതാബ് കണ്ടവരല്ല. ഇതൊക്കെയാണ് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതൊക്കെ പിന്നെ വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കി ഞാൻ അമല് ചെയ്താൽ, ഞാൻ എന്റെ ഖബറിലേക്ക് പോയാൽ, എനിക്ക് ഇവിടെ ജീവിക്കുമ്പോ നല്ലത് ചെയ്താൽ ഇൻഷാ അല്ലാഹ്, നല്ലത് എന്ന് പറഞ്ഞാൽ കേവലം നിസ്കാരം മാത്രം നിസ്കരിച്ചതുകൊണ്ട് മാത്രമായില്ല, 5 വക്ത് നിസ്കരിച്ചു അതുകൊണ്ട് മാത്രമായില്ല. അത് നമ്മുടെ ബാധ്യതയാണ്, ഫർളായ കർമ്മമാണ്, അത് റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. ചെയ്തില്ലെങ്കിൽ റബ്ബിനോട് സമാധാനം പറയണം. ഇനി റബ്ബ് നമുക്ക് ഓശാരമായിട്ട് അതിന് വല്ലതും തന്നാൽ തന്നു, ഇല്ലെങ്കിൽ എനിക്ക് കൊണ്ട എന്ന് പറയാൻ യാതൊരു അവകാശമില്ല. റബ്ബ് നമ്മുടെ മുമ്പിൽ അത് നിർബന്ധമായി വെച്ച ബാധ്യതയാണത്. എന്നാൽ സുന്നത്തായി നമുക്ക് പ്രതിഫലം ലഭിക്കാവുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ദിക്റിന്റെ മജ്‌ലിസുകള്, മൗലിദിന്റെ സദസ്സുകള്, സ്വലാത്ത് മജ്‌ലിസുകള്, ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടി ദുആ ചെയ്യുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരും പറയുന്നില്ല മരണ വീട്ടിൽ പോയിക്കൊണ്ട് യാസീൻ ഓതൽ നിർബന്ധമാണെന്ന് ആർക്കും വാദമില്ല. അതുപോലെ ഖബറിങ്കിൽ, ഔലിയാക്കന്മാരുടെ ഖബറിങ്കിൽ ചെന്ന് സുജൂദ് ചെയ്യണമെന്നൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. നമ്മളും പറയുന്നു ഔലിയാക്കന്മാരുടെ മഖ്ബറയിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടില്ല, ചെയ്യരുതേ, അത് തെറ്റ് തന്നെയാണ്. സുജൂദ് ചെയ്യാൻ പാടില്ല. ആരൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളത്? എന്നിട്ട് പറയും ഏതെങ്കിലും 1 2 മഖ്ബറകളിൽ വിവരമില്ലാത്ത ആളുകൾ പോയി സുജൂദ് ചെയ്യുന്ന ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് പറയും, കണ്ടോ ഇതാണ് സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കണ്ടോ സുജൂദ് ചെയ്യുകയാണത്രേ, റബ്ബിന്റെ മുമ്പിലല്ലേ സാഷ്ടാംഗം പാടുള്ളൂ, ഒരു അടിമയുടെ മുമ്പിൽ കണ്ടോ, കേവലം മരണപ്പെട്ടിടക്കുന്ന ഒരു അടിമയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാ. പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ വാദം. ആർക്കതിൽ സംശയമുള്ളത്? സുന്നികളുടെ വാദം തന്നെ. ഖബറിൽ ഒരിക്കലും പോയി സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഔലിയാക്കന്മാരുടെ മഖ്ബറിൽ ചെന്ന് സുജൂദ് ചെയ്യാൻ പാടില്ല. ഔലിയാക്കന്മാർ അള്ളാഹുവിനോട് പ്രത്യേകം അടുപ്പമുള്ളവരാണ്. അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. അതാ വിശ്വാസം. നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി തരുന്നവൻ അള്ളാഹുവാണ്. ഒരിക്കൽ ഇ കെ ഉസ്താദിന്റെ സംവാദത്തിൽ മുമ്പേ കേട്ടൊരു വിഷയമാണ്. അന്ന് ഒരു മക്കാമിൽ എന്തൊക്കെയോ അനാചാരങ്ങൾ നടക്കുന്നു. എന്നിട്ട് അവര് പറയാ, കണ്ടോ അവിടെ കിടക്കുന്ന ഔലിയായിന് പവറും കഴിവും കറാമത്തും ഉണ്ടെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ നിർത്തിക്കൂടെ, അവസാനിപ്പിച്ചുകൂടെ? അപ്പൊ ഈ ഔലിയായിന് കഴിവില്ല എന്നല്ലേ അർത്ഥം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് പറയുന്നു. അതിന് ഇ കെ ഉസ്താദ് മറുപടി പറഞ്ഞു, ഇതൊക്കെ നടത്താൻ
ഔലിയ ആവട്ടെ, സാധാരണക്കാരാവട്ടെ, ഏതാളുകളാവട്ടെ, അവിടെ ഒരു അനാചാരം നടക്കുമ്പോ ഇതൊക്കെ നിയന്ത്രിക്കുന്നവൻ ആരാണ്? ജഗന്തിയന്താവായ പടച്ചതമ്പുരാണ്, അള്ളാഹു അല്ലേ? ഈ അള്ളാഹുവിന് കഴിവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഈ പ്രസംഗിക്കുന്നു, എനിക്ക് ഈ കഴിവ് തന്നവൻ പടച്ചറബല്ലേ, നിർത്തടാ എന്ന് പറഞ്ഞാൽ നിർത്തിക്കോളാം ഞാൻ. അള്ളാഹ്ക്ക് കഴിവുണ്ട്. പക്ഷേ അപ്പൊ മഹാന്മാരുടെ മക്ബറിൽ നടക്കുന്ന അനാചാരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാ ഈ ഔലിയാവിന് ഒരു കഴിവില്ല, ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമോ? അപ്പൊ എന്താ അള്ളാഹ്ക്ക് കഴിവില്ല എന്നാണോ അർത്ഥം? അള്ളാഹ്ക്ക് കഴിവില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതല്ലേ നാമും അവരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സർവ്വ വസ്തുവിന്റെ മേലിലും കഴിവുള്ളവൻ അള്ളാഹുവാൻ. ഇതല്ലേ? അപ്പോ ഇതൊക്കെ വെറും നുണപ്രചരണങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കി നാം ഒരിക്കലും ബിദ്അത്തിന്റെ ആളുകളിൽ ചെന്ന് ചേരാതെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ സഞ്ചരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല